എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയല്ല. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത് 100 കോടി 100, ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. ഇവന് ഉണ്ണി എന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റൂല, അത്രക്ക് പാവമാണ് ഉണ്ണി. നമ്മുടെ മാർക്കോ മൂവി അങ്ങനെ 100 കോടി കടന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്കറിയാം മാർക്കോയ്ക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ പലരും ഇന്ന് എയറിലാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിന്റെ സിനിമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇറങ്ങി, ഒരു തമിഴ് പടവും കാര്യങ്ങളൊക്കെ ഇറങ്ങുകയും അത് കഴിഞ്ഞ ശേഷം ഈ കുറെ നാളുകൾക്ക് മുൻപ് ഷെയ്ൻ നിഗം ഉണ്ണി മുകുന്ദനെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അത് റീച്ച് ആയ ഒരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ൻ നിഗം വളരെ മോശം രീതിയിൽ അപമാനിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി മുകുന്ദനെയും ഫാൻസിനെയും. അപ്പൊ ആ ഒരു സംഭവം ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുകയും ഉണ്ണി മുകുന്ദൻ അത്രയും വളർന്ന് നല്ല രീതിയിൽ എത്തിയ സമയത്ത് മാർക്കോ ഇറങ്ങി 100 കോടി അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷെയ്ൻ നിഗത്തിന്റെ ഒരു പടവും വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിനെതിരെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷെയ്ൻ നിഗത്തിനെതിരെ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. സൈബർ ബുള്ളിങ് എന്നല്ല, അതായത് ഷെയ്ൻ നിഗം വല്ലാണ്ടെങ്കിൽ എയറിലേക്ക് പോയി. ഉണ്ണി മുകുന്ദൻ പെട്ടെന്ന് തന്നെ മാർക്കോയിലൂടെ വളർന്ന് ആ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളിലൂടെ വളർന്ന് പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ അന്ന് നമ്മുടെ ഉണ്ണി മുകുന്ദനെതിരെ പറഞ്ഞ ആ ഒരു സംഭവം ഇപ്പോ ഭയങ്കര തിരിച്ചടിയായിട്ട് ഷെയ്ൻ നിഗത്തിന് വന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷെയ്ൻ നിഗം തന്നെ വന്നിട്ട് അത്രയും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ഇന്റർവ്യൂ പോലെ എന്താ പറയാ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് തിയേറ്റർ റെസ്പോൺസിലൊക്കെ പറയണതായിട്ട് കണ്ടു. മാർക്കോയ്ക്കെതിരെ എന്നല്ല, കുറെ നാളുകൾക്ക് മുൻപ് ഉണ്ണി മുകുന്ദനെതിരെ പറഞ്ഞ എല്ലാവരും ഇന്ന് അത്രയധികം ദുഃഖിക്കുന്ന ഒരു സമയമാണ്. കാരണം ഉണ്ണി മുകുന്ദൻ അത്രയും മുകളിലേക്ക് വളരുകയും ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ എയറിൽ പോകുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായത്. ഒരു ഡയറക്ടറാണ് MA നിഷാദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും ഈ മാർക്കോയ്ക്കെതിരെയും നമ്മുടെ ഉണ്ണി മുകുന്ദനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് തീരെ അസൂയയില്ല എന്ന് നമുക്ക് വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അപ്പൊ എന്തായാലും ആ ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് ആ വ്യക്തി പറയുന്നതെന്ന് കേട്ട് നോക്കാം. അപ്പോ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട്. പിന്നെ അതാണ് സിനിമ എങ്കിൽ ആ സിനിമ അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഞാൻ ഏതൊരു സിനിമ ചെയ്യുന്നില്ല, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വെച്ചു. അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല. എനിക്ക് അതിന് കഴിവില്ല. എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ലാതുകൊണ്ടാട്ടോ. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനത്തെ സിനിമ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ വ്യക്തി പറയുന്നുണ്ട് എന്താ പറയുക, ഒരു കളിയാക്കിയ രീതിയിലാണ് പറയുന്നത്. ഭയങ്കര വയലൻസും കാര്യങ്ങളുമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മൂവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ള രീതിയിൽ ഒരുമാതിരി പുച്ഛിച്ച് തള്ളുന്ന രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളാണ് ആള് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന വ്യക്തിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? സത്യം പറഞ്ഞാല് ഈ വ്യക്തി ചെയ്ത മൂവീസ് ഏതാണെന്നോ അതായത് ഈ വ്യക്തി ആരാണെന്നോ പോലും സത്യം പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും വലിയ പരിചയമില്ല. എനിക്കൊന്നും സത്യം പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഇത് ഇന്റർവ്യൂ കണ്ട ശേഷമാണ് പലരും അടിച്ചു നോക്കുന്നുണ്ടാവുക ഗൂഗിളിലൊക്കെ. അപ്പൊ ഗൂഗിളിൽ അടിച്ച് നോക്കുന്ന സമയത്താണ് അത്ര വലിയ ഹിറ്റായ സിനിമകളോ കാര്യങ്ങളോ ഒന്നും ആളുടെ ഭാഗത്തുനിന്നൊന്നും ഇതുവരെയും വന്നിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പം കണ്ടുവരുന്നതാണ് മാർക്കോയ്ക്കെതിരെ വളരെ മോശം രീതിയിലുള്ള ഒരുപാട് ഹീറ്റ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ ഇറങ്ങി അന്ന് മുതൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് ഇത്. അതായത് ഭയങ്കര അസൂയ, അതായത് ഒരാളുടെ വളർച്ച ഒരു പെട്ടെന്ന് കാണുന്ന സമയത്ത് അവരോടുള്ളൊരു അസൂയ മൂത്തിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല, നമുക്കൊന്നും പറ്റുന്നില്ല, പക്ഷെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഉയർന്നു പോകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വളരെ മോശം രീതിയിലാണ് എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര വേണ്ട സപ്പോർട്ടൊന്നും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയൊന്നും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത നമ്മുടെ നല്ല കുറച്ച് സുഹൃത്തുക്കൾ എന്ന് പറയുന്ന രീതിയിൽ നല്ല കുറച്ച് നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുശുമ്പ് അസൂയൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ യൂത്തിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ ഷെയ്ൻ നിഗമൊക്കെ നമ്മുടെ യൂത്തിലെ ആൾക്കാർ തന്നെയാണ് എങ്കിലും അല്ലാതെ തന്നെ കുറച്ച് നമ്മുടെ ആസിഫ് അലി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ടോവിനോ തോമസ്, ആസിഫ് അലി ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയാണെങ്കിൽ ഒരു അസൂയയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ അപ്രിഷിയേറ്റ് ചെയ്യാനൊന്നും മടിയില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം ഭയങ്കര രീതിയിൽ ഒരു അസൂയ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും മാർക്കോയുടെ കേസിൽ നമ്മൾ ഇതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ വ്യക്തിയും ഈ പറയുന്നത് ഇതുപോലെയാണ്, വയലൻസ് ആണ്, ഭയങ്കര വയലൻസ് ആണ്. അങ്ങനെയാണ് ഈ കില്ല് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് അത് വയലൻസ് അല്ലേ, അതൊന്നും ഇവർ കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ ഇതിനു മുൻപ് എത്രയോ സിനിമകൾ ഈ വയലൻസും കാര്യങ്ങളിലും ഇറങ്ങി, അതൊന്നും ഇവർ കണ്ടിട്ടില്ലായിരുന്നു. എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്.
അല്ലെ? അപ്പൊ അതൊന്നും ഇവര് ഇതുവരെയും കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ വെറുതെ അതായത് ഞാൻ പറയുവാണ്. ബാക്കി കൂടി കേട്ടോക്കാം. ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. കേരളത്തിൽ എത്ര ജനമുണ്ട്? 3 കോടി എന്ന് വെച്ചോ. ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി എത്രയാ? ഏറ്റവും കുറഞ്ഞത് ഒരു 100-120. ഏറ്റവും കുറഞ്ഞത് 3 കോടിയിൽ എത്ര പേര് സിനിമ കാണുന്നവരുണ്ട്? ഒരു 40% 40 ലാക്സോ? അല്ല, 40%. അപ്പൊ 1 കോടി 20 ലക്ഷം പേര് സിനിമ കാണുമോ? ശരിയാണ്. 100 രൂപ മുടക്കുന്ന ഒരു ടിക്കറ്റില് 27 രൂപ സർക്കാരിന്റെ ഇതിന് പോകും. ബാക്കി കിട്ടുന്ന 73 രൂപയില് 60-40 ആണ് ആദ്യത്തെ ആഴ്ച. 60% ഡിസ്ട്രിബ്യൂട്ടർക്കും 40% തിയേറ്ററുകാർക്കും. രണ്ടാമത്തെ ആഴ്ച 50% മൂന്നാമത്തെ ആഴ്ച പടം മോശമായ തിയേറ്ററുകാർക്ക് 60%. അപ്പൊ ഒരു ആവറേജ് വരുന്നത് ഒരു 50% എന്ന് വെച്ചു. 100 37 രൂപയായിരിക്കും അല്ലെങ്കിൽ 40 രൂപയായിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റിൽ. എത്ര പേര് സിനിമ? 100 കോടി കേറില്ല. കഴിഞ്ഞ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? 100 കോടി 100 ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയാം? അപ്പൊ ഇവര് പറയുന്നുണ്ട് 100 കോടി കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിലായിട്ടുള്ള കണക്കെടുത്തിട്ടാണ് 100 കോടി ക്ലബിൽ കയറിയെന്ന് സാധാരണ പറയുന്നത്. അങ്ങനെയാണ് 100 കോടി അടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനു മുൻപ് എത്രയോ പടങ്ങൾ 100 കോടി അടിച്ചേക്കുന്നു. നമ്മുടെ നെസ്ലന്റെ പടങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫർ അടക്കം, അങ്ങനെ എത്രയോ പടങ്ങൾ. അതൊന്നും അപ്പൊ ഇവർ പറയുന്നത് 100 കോടി വെറുതെ പറഞ്ഞതാണെന്നാണ്. ഇതും കേരളത്തിൽ നിന്ന് മാത്രമുള്ള കണക്ക് 100 കോടി അടിച്ചു എന്നല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കണക്കാണ് പറയുന്നത്. അതായത് ഇവരുടെ പടങ്ങൾ, ഇപ്പൊ ഇവര് ചെയ്യുന്ന പടങ്ങൾ കേരളത്തിന് പുറത്ത് പോയിട്ടില്ലായിരിക്കും. പക്ഷെ ഈ മാർക്കോ പോലുള്ള പടങ്ങൾ കേരളത്തിന് പുറത്തു നിന്നല്ല, ഇന്ത്യക്ക് പുറത്ത് തന്നെ, നമുക്കറിയാം കൊറിയ അടക്കമുള്ള അവിടെയൊക്കെ റിലീസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു കാര്യമാണ്. അപ്പൊ അത്രയും വലിയ രീതിയിലേക്ക് പോയ ഒരു പടത്തിന് അസൂയ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ ആയിട്ടുള്ള അസൂയ കൊണ്ട് ഇങ്ങനെ കുറ്റം പറയുവാണ്. ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അതിൽ വയലൻസ് ആണ്, 100 കോടി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞടിക്കുവാണ്. അതായത് നമുക്കൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയില്ല തന്നെ. എനിക്കറിയാം, എനിക്കിപ്പോ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. 1 കോടി ജനം കണ്ടാൽ 40 കോടി ആളുകളിലെ 40 കോടി രൂപയിലേ വരത്തുള്ളൂ. ഇപ്പൊ 40 രൂപ ആളുകൾ 1 കോടി ആളുകൾ സിനിമ കാണുന്നുണ്ടോ മലയാളത്തിൽ? ഇത് എന്താണ് ഈ 100 കോടി? നോക്കൂ, ഒരു സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പൊ നടക്കണമെങ്കിൽ 25 കോടി 30 കോടി. ഈ കോടി എന്ന് പറഞ്ഞിട്ട് ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ? അപ്പൊ ഇവര് പറയുന്നുണ്ട്, എന്താ പറയുക, ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കണമെങ്കിൽ, സൂപ്പർ സ്റ്റാറിന്റെ സിനിമയാണെങ്കിൽ ഇത്ര കോടി മുടക്കണം എന്നൊക്കെ. വെറുതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഷെരീഫിനെ പോലെ ഉള്ള ആൾക്കാര്, ഷെരീഫും ഉണ്ണിമൂന്തലും കൂടിയിട്ടാണല്ലോ പ്രൊഡക്ഷൻ. അപ്പൊ ഇവര് വെറുതെ പൈസ, അതായത് തിരിച്ച് ഇവർക്ക് ഒരു സംഭവവും കിട്ടത്തില്ല. വെറുതെയെങ്കിലും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കോടികൾ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ണിമൂന്തനെ വെച്ചിട്ട് അങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ തിരിച്ച് ഇവർക്ക് ഇതുവരെയും പൈസ ഒന്നും കിട്ടിയിട്ടില്ല, ഒരിക്കലും അവർക്ക് 100 കോടി അടിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഈ MA നിഷാദ് പറയുന്നത്. സത്യമായിട്ടും പ്യുവറായിട്ടുള്ളൊരു അസൂയ കുശുമ്പ് സംഭവം അതുള്ളത് കൊണ്ട് മാത്രം. അടുത്തതാണ്, ഇനി വരാൻ പോകുന്നതാണ് ആള് മുഖത്തടിച്ചതുപോലെ ഈ സിനിമയെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബാക്കി കൂടി കേട്ടു നോക്കാം. ഒരു ഒരു കാഴ്ചക്കാരന് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയല്ല, എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അത്തരം സിനിമകൾ എനിക്ക് താല്പര്യമില്ല. കില്ല ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യം എന്താ, എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട്. അനിമൽ കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ ഭ്രാന്തായി പോയത്. എനിക്ക് അത്രയൊന്നും കാണാനുള്ള എനിക്കത്ര കഴിവില്ല, കാണാനുള്ള കഴിവില്ല, അത്രേ ഉള്ളൂ. അത് ഇനി എത്ര 100 കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാൽ മതി. അങ്ങനെ 100 കോടി ഒന്നും കയറുന്നത്. ഈ വ്യക്തിക്ക് ഈ സിനിമ ഇഷ്ടമല്ല, ഈ വ്യക്തി കണ്ടിട്ടുമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാണാത്ത സിനിമയെ കുറിച്ചാണെന്ന് തോന്നുന്നു ഈ വ്യക്തി പറയുന്നത്. കില്ല് പോലും കണ്ടിട്ടില്ല, അതുപോലെ തന്നെ കില്ല് പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരാള് എന്തായാലും ഇതും കണ്ടിട്ടുണ്ടാവില്ല. ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നു കാണാതാണ് ഈ വ്യക്തി ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് ഈ സിനിമയെ പറ്റിയിട്ട് പറയുന്നതെന്നാണ് ആളുടെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഒരു സിനിമ മെയിനായിട്ട് മാർക്കറ്റ് ചെയ്തതും അതിന്റെ മോട്ടീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊമോഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപാണെങ്കിലും അത്രയും വലിയൊരു വയലൻസ് കാര്യങ്ങളുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു മൂവി, വയലൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മൂവി എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ട്
വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാം, ഭയങ്കര ഓവറാണെന്നൊക്കെ പറയാം. പക്ഷെ ഇത് ആ ഒരു വയലൻസ് കാണാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റോട് കൂടി പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട്, അത് മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തത് മാത്രമല്ല അവിടെ 18 വയസ്സിന് പിന്നെ ID കാർഡ് അടക്കം പ്രൂഫ് അടക്കം കൊടുത്തിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ വരെ ആദ്യം പറഞ്ഞതാണ് തിയേറ്ററുകാർ. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത്രയും ആ രീതിയിൽ തന്നെ ഇവരുടെ സിനിമ നടനാണെങ്കിലും നമ്മുടെ ഉണ്ണിമുന്തനാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, വ്യക്തമായിട്ടും എന്താ പറയുക, ഈ വയലൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ പോവുക. ആദ്യത്തെ ദിവസങ്ങളിൽ അവർ പോലും പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീകളടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു സെൻസിറ്റീവായ ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ പരമാവധി ഇതാക്കുക. അവർ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ജഗദീഷ് അടക്കമുള്ള ആൾക്കാർ തന്നെ പല ഇന്റർവ്യൂസിലും വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊന്നും വയലൻസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, പക്ഷെ ഇതൊരു സിനിമയാണ്, ആ സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം. നമ്മളെല്ലാവരും വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമുക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഇയാൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഈ വ്യക്തി അവിടെ പോകണ്ട, കാണണ്ട. പക്ഷേ എന്താ പറയുക, 100 കോടി അടിക്കത്തില്ല, ഒരിക്കലും 100 കോടി കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അത്രയും മോശം രീതിയിലൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിക്ക് എത്രത്തോളം ഒരു കുശുമ്പ് അസൂയുണ്ട്. നമുക്ക് പറ്റാത്തൊരു കാര്യം വേറൊരാൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുശുമ്പ് അസൂയാണ്, നമുക്കത് വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ആസിഫ് അലി അതായത് ഈ ഷെയ്ൻ നിഗത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഷെയ്ൻ നിഗത്തിനോട് ചോദിച്ച സമയത്ത് ഈ കുറച്ച് മോശം രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ണിമുന്തനെ പറ്റിയിട്ട് അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷെയ്ൻ നിഗം ഇപ്പോൾ എയറിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ അടുത്ത് ആസിഫ് അലി ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്, സത്യം പറയാലോ ആളുടെ. അതുപോലെ തന്നെ നമ്മുടെ ടോവിനോ തോമസ് ആണെങ്കിലും ഈ ഒരു മാർഗോയ്ക്ക് ശേഷം പല ഇന്റർവ്യൂവിലും ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മുടെ ആസിഫ് അലി പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഈ മാർക്കോനെ കുറിച്ച് ചോദിക്കണ സമയത്ത് മാർക്ക് കൊണ്ടായിരുന്നോ? ആ മാർക്ക് കണ്ടു. അതിഗംഭീരം. എനിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്നതും ഒക്കെ, കാര്യം ആ തിയേറ്ററിൽ നമ്മൾ ആകെ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിനെ മാത്രമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം. വിളിച്ചിരുന്നോ? പിന്നെ മെസ്സേജ് ചെയ്തിരുന്നു, ഞാൻ വിളിച്ചില്ല. എനിക്ക് ഉണ്ണി ഞാനുമായിട്ട് ഒരു എപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഐ ലവ് മീ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പൊ അന്ന് മുതൽ ഞാൻ പറയും, ഇവന് ഉണ്ണി എന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റൂല, അത്രയ്ക്ക് പാവമാണ് ഉണ്ണി. പക്ഷെ ഇവന്റെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ്, പിന്നെ വേറെ ഒരു ദുശീലവും ഇല്ല, ബോഡിയെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയിടുന്ന എഫേർട്ട് അത്രയാണ്. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് മാർക്കോ പോലൊരു സിനിമ ഉണ്ണിക്ക് ടൈലർ മെയ്ഡ് ആയിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ആസിഫ് അലി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ആസിഫ് അലിക്കൊന്നും അത്രയും അതായത് അപ്പുറത്ത് നിൽക്കണ ഒരാൾ. ആസിഫ് അലിയുടെ ഇപ്പൊ സിനിമ ഇറങ്ങി, രേഖാചിത്രം ഇറങ്ങി, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇവരോട് ഇപ്പം എപ്പോൾ ചോദിച്ചാലും ഇവരൊരിക്കലും എന്താ പറയുക മറ്റുള്ളവരെ തള്ളിയിട്ടോ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമോ അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിട്ട് അത്രയും മോശം രീതിയിലൊന്നും പറയത്തില്ല. ഏത് വിഷയത്തിലാണെങ്കിലും തൻ്റെതായ നിലപാടും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോവിനോ തോമസ്, അതുപോലെ തന്നെ ഈ ഒരു ആസിഫ് അലി, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. ഇവരൊന്നും ഒരിക്കലും എന്താ പറയുക മാർക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ അത്രയും നല്ല രീതിയിലാണ് ആ സിനിമയെ അപ്രോച്ച് ചെയ്തതും, അതായത് അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മറന്നിട്ടില്ല. ഉണ്ണിമുന്തൻ എന്നുള്ള ആക്ടർ ആണെങ്കിൽ അവരുടെ സിനിമ ഇറങ്ങിയിട്ട് പോലും ഐഡന്റിറ്റി ഇറങ്ങി ആ സമയത്ത് തന്നെയാണ് നമ്മൾ മാർക്കോന്റെ ആ ഒരു സമയത്ത് ചോദിക്കണത് മാർക്കോനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ടോവിനോ തോമസ് ഒരിക്കലും എന്താ പറയുക നെഗറ്റീവ് രീതിയിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ ഒരു അസൂയോ കാര്യങ്ങളൊന്നും അവർക്കൊന്നുമില്ല. ഈ പറഞ്ഞ ഇവർക്കൊന്നും ഒരു അസൂയും കാര്യങ്ങളും ഇല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതൊക്കെയാണ് നല്ല നടന്മാരുടെ ഒരു ലക്ഷണം കാര്യങ്ങളുമാണ്. അതായത് നമ്മൾ സിനിമ വിജയിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള സിനിമകളും വിജയിക്കട്ടെ, അവർ നല്ല രീതിയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് നല്ല ക്വാളിറ്റിയാണ്. അത് അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഇല്ലാത്ത ആൾക്കാർ അസൂയും കുശുമ്പൊക്കെ വെച്ചിട്ട് എന്താ പറയുക 100 കോടി അടിക്കില്ല അങ്ങനെയില്ല ഇങ്ങനെയൊക്കെ പറയും. ഈ MA നിഷാദ് എന്ന് പറയുന്ന ആളുടെ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾക്കൊന്ന് സൈഡിൽ ഞാൻ വേണമെങ്കിൽ വെച്ച് തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നമ്മൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് അറിയപ്പെടുന്ന ഏതോ സിനിമകളും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ വിജയിച്ചതായിട്ടും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കുശുമ്പ് അസൂയ എന്നുള്ളതിൽ നിന്നും പിറന്നതായിരിക്കണം ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞുള്ള ഈ ഒരു കാര്യങ്ങൾ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഉണ്ണിമുന്തൻ ഈ ഒരു മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര നമ്മുടെ ഉണ്ണിമുന്തൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കബീർ സിംഗ് ഇതിൻ്റെ അകത്തെ വില്ലൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ബാക്കിയുള്ള എല്ലാ നടന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട്
ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ റിവ്യൂസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ്, ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇത്രയും തിയേറ്ററുകളിൽ കയറിയിട്ടല്ല, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുടെ ഫോട്ടോസ് എടുക്കുകയും, അല്ലെങ്കിൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മുടെ ആസിഫ് അലി പറഞ്ഞതുപോലെ തന്നെ ഉണ്ണി എന്നുള്ള പേര് അത്രയും ചേരുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ കണ്ണിൽ ഉണ്ണി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിലാണ് ആളുടെ ആ ഒരു, കാരണം ആൾ അത്രയും താഴേന്ന് വന്ന് ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്ക് പടവെട്ടി വന്ന ഒരാൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്ന ഒരാളാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ട് വന്ന ഒരാളാണ്. അതുമാത്രമല്ല നമ്മുടെ മാർക്കോയിലാണെങ്കിലും ആ ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും ഡ്യൂപ്പ് പോലും ഇല്ലാതെ ഒറ്റ ടേക്കിലാണ് അതൊക്കെ എടുത്തതെന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ആൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് അവസാനമായിട്ട് ഒരു വീഡിയോ കൂടി കാണാം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഈ ഒരു മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ആളുടെ സ്വന്തം മൂവി തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് അത്രയും സന്തോഷ കണ്ണീര് ഒഴിക്കുന്ന ഒരു സംഭവം തിയേറ്ററിൽ വെച്ചിട്ട് മാർക്കോ കണ്ടിട്ട് അവിടുന്ന് അത്രയും സന്തോഷത്തോടുകൂടി കരയുന്ന ഒരു രംഗമുണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാവും, അതായത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിച്ച് വന്ന ഒരു മനുഷ്യൻ. അപ്പോൾ സ്വന്തം സിനിമ, അതായത് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്തത് കാണുമ്പോൾ ആൾക്കുണ്ടാകുന്ന ഒരു സന്തോഷവും കാര്യങ്ങളും അതിൽ നമുക്കും ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്നും ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ജയിച്ചിട്ട് ആ വ്യക്തി അത്രയും നല്ല നിലയിൽ എത്തിയതുപോലെയാണ് നമുക്ക് ഉണ്ണി മുകുന്ദൻ എന്നുള്ള വ്യക്തി മാർക്കോയിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആളുടെ ഒരു വിജയം കാണുമ്പോൾ നമുക്ക് പേഴ്സണലി അങ്ങനെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ പാർട്ടി ബേസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്, ആളെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനിയും ആൾക്ക് നല്ല നല്ല സിനിമകളും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും വന്നിട്ടുണ്ട്, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമ്മയെന്നൊക്കെ എന്തായാലും ട്രഷറർ സ്ഥാനമൊക്കെ രാജിവെച്ചിട്ടുണ്ട്, ഒരുപാട് തിരക്കുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇനി നല്ലോണം നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവർക്കും അസൂയും കുശുമ്പും ഒക്കെ കൂടാനും ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് വന്ന് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയാനും, അങ്ങനെയുള്ള നമ്മൾ ഇനി വരും ദിവസങ്ങളിലാണെങ്കിൽ അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. എല്ലാവർക്കും ഭയങ്കരമായിട്ട് എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു രീതിയിൽ അത്രയും വലിയൊരു പൊസിഷനിലേക്ക് നമ്മൾ ഉണ്ണി മുകുന്ദൻ എന്തായാലും മാറിയിരിക്കുകയാണ്. അർഹിച്ചൊരു അംഗീകാരം തന്നെ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മാർക്കോ സിനിമയാണെങ്കിലും ഉണ്ണി മുകുന്ദന്റെ വളർച്ചയാണെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നും ഇതുപോലെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.